ഈ റെസിസ്റ്റൻസ് ലെവലൊക്കെ നല്ലൊരു ഭയങ്കര ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. ആൻഡ് അഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് റിവേഴ്സ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ലിക്വിഡിറ്റി ലെവലായിട്ട് ആക്ട് ചെയ്യുന്നു വിചാരിച്ചു. ബട്ട് ഈവൻ ദാറ്റ് അതുവരെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു. സോ വീണ്ടും അതിലേക്ക് റീടെസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്, എൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് എനിക്ക് ഇന്ന് ആകപ്പാട് ഒരൊറ്റ ട്രേഡ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇതാണത്. സോ ഇവിടെ നിന്നൊരു പുട്ട് ബൈ ചെയ്യാനായിരുന്നു പ്ലാൻ. ഓക്കെ, ഇതൊരു സപ്പോർട്ട് ലെവലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ മാർക്കറ്റ് ഇവിടെ വന്നാലും ഞാൻ അവിടെ നിന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഇവിടെ ക്യാൻഡിൽ കൂടെ ഞാൻ കൂടുതലായിട്ട് നോക്കും, ക്യാൻഡിൽസ് ആൻഡ് വോളിയൂംസ് ഞാൻ കൂടുതലായിട്ട് നോക്കും. സോ ഇവിടെ അതിനനുസരിച്ച് ക്യാൻഡിൽ പ്ലേസ് ആവുമായിരുന്നെങ്കിൽ, ക്രിയേറ്റ് ആവുമായിരുന്നെങ്കിൽ മാത്രമേ ഞാൻ ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇത് ചെയ്യില്ല, കാരണം ഇവിടെ ഫസ്റ്റ് കൃത്യം 10:26 ക്രിയേറ്റ് ആയിരിക്കുന്ന ക്യാൻഡിൽ വന്നിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബെയറിഷ്